നമുക്ക് എന്തായാലും തുടങ്ങാം. എന്തായാലും ഇന്ന് അഷ്ടമസ്കന്ധം വരെ പാരായണം ചെയ്ത് അഷ്ടമസ്കന്ധത്തിന്റെ പകുതിയോളമായി പാരായണമായി. ഇന്ന് ഭഗവാന്റെ അതിഗംഭീരമായിരിക്കുന്ന ഒരവതാരത്തെയാണ് നമ്മൾ കീർത്തിച്ചത്, നരസിംഹാവതാരം. അതിനുശേഷം ഭഗവാന് ഹരിയായിട്ടും അവതരിക്കുന്നുണ്ട് അല്ലേ? ഗജേന്ദ്രന് മോക്ഷം നൽകാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നുണ്ട്. എന്തായാലും ഭഗവാന് നൃസിംഹമായിട്ട് അവതരിക്കുന്നത് രണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതായത് രണ്ട് ഭക്തന്മാര്, ഒന്ന് ഹിരണ്യകശിപുവും ഒന്ന് പ്രഹ്ലാദനും. നമ്മുടെയൊക്കെ ധാരണ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. എന്നാൽ അത് മാത്രമല്ല ലക്ഷ്യം. പിന്നെയോ ഹിരണ്യകശിപു എന്ന തന്റെ ഭക്തനെ കൂടി അനുഗ്രഹിക്കണം. അതിന് പ്രഹ്ലാദനെ ഒരു മീഡിയേറ്ററാക്കി വെച്ചു, ഒരു ഇടനിലക്കാരനാക്കി. ഇല്ലേ, ചിലയിടത്ത് ചെന്ന് കയറാൻ ഇടയ്ക്ക് ഒരാൾ വേണം, വേണ്ടേ? ഇപ്പോ നമുക്കൊരാളെ ഒന്ന് കാണണം, ചില ഹൈ ലെവൽ പാർട്ടിയാണ്, അപ്പൊ പുള്ളി ഒന്ന് കാണണമെങ്കിൽ ഇടയ്ക്ക് ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു ബലമായി, ഇല്ലേ? ആളെയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മള് അവിടേക്ക് ചെന്ന് കാണും. എന്നതുപോലെ ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കാന് പ്രഹ്ലാദനെ ഒരു ഇടനിലക്കാരനാക്കിയതാ ഭഗവാൻ. എന്താ കാരണം? ഉത്തമ ഭക്തനാണ്, ഉത്തമോത്തമ ഭക്തനാന്ന് വേണം പറയാൻ. പ്രഹ്ലാദന് പിറന്നത് അസുരകുലത്തിന്, എന്നിട്ടും ആരെ കുറിച്ച് മനസ്സിലായി? സാക്ഷാൽ നാരായണനെ കുറിച്ച് മനസ്സിലായി. നമ്മളൊക്കെ ജനിച്ചത് മനുഷ്യകുലത്തില്ല, പക്ഷെ നമുക്ക് ആരെ കുറിച്ച് അറിയില്ല? ഈശ്വരനെ കുറിച്ച് അറിയില്ല. അതാ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ബുദ്ധിവികാസങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര സംഭവമാണ്, പക്ഷെ നമുക്ക് എന്തിനെ കുറിച്ച് അറിയില്ല? ഈശ്വരനെ കുറിച്ച് അറിയില്ല. പ്രഹ്ലാദന് അസുരകുലത്തിൽ പിറന്നിട്ടോ ആരെ കുറിച്ച് അറിഞ്ഞു? ഈശ്വരനെ കുറിച്ച് അറിഞ്ഞു. അതാ നമ്മളും പ്രഹ്ലാദനും തമ്മിലുള്ള വ്യത്യാസം. ദിതിയുടെയും കശ്യപന്റെയും രണ്ട് പുത്രന്മാരില് മൂത്ത ആളാണ് ഹിരണ്യകശിപു. ഇന്നലെ നമ്മൾ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച കാര്യം പറഞ്ഞില്ലേ? ആര് കൊന്നു എന്ന് പറഞ്ഞ്? ഭഗവാന്റെ ഏത് അവതാരമാണ് ഹിരണ്യാക്ഷനെ കൊന്ന്? നരസിംഹം. ഇന്നലെ ഞാൻ പറഞ്ഞത് എന്റെ നാരായണ ഇന്നലെ ഞാൻ പറഞ്ഞു, ഉണ്ടായി കഴിഞ്ഞപ്പോഴേ വലുതായി, എന്നിട്ട് ഉണ്ടാക്കിയ ആളിനേക്കാൾ വലുതായി പോയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. വലിയ ചന്ദനാദി എണ്ണ തേക്കേണ്ടി വരും, മറവിയുണ്ട്. ഭഗവാൻ വരാഹരൂപിയായിട്ട് പന്നിയുടെ രൂപം, ഞാൻ പറഞ്ഞില്ലേ, ഒരു തല്ലവരലിന്റെ വലിപ്പത്തിൽ ബ്രഹ്മാവൻ തുമ്മിയപ്പം മൂക്കിന്ന് പുറത്ത് ചാടിയതാന്നൊക്കെ പറഞ്ഞതാ. പിന്നെ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറഞ്ഞ പോലെ വലിയ ചന്ദനാദി എണ്ണ മേടിച്ച് തേച്ചു തുടങ്ങണം, അല്ലേ? ബ്രഹ്മീകൃതൊക്കെ കഴിക്കേണ്ടി വരും നമുക്കൊക്കെ. കാരണം ഓർമ്മശക്തി നമുക്കൊക്കെ കുറയുന്നു. എനിക്ക് കുറയുന്നുണ്ട് ചില സമയത്ത്, ചില കാര്യങ്ങൾ ഞാനും ഓർക്കാറില്ല. അപ്പൊ അതുകൊണ്ട് വരാഹമൂർത്തിയായിട്ട് വന്ന് അനുഗ്രഹിച്ചു. ഇവിടെ നരസിംഹമായിട്ട് വന്നു. എന്താ? ഈ ദിതിയുടെയും കശ്യപന്റെയും പുത്രനാണ്. ഈ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയി എന്നാണ് ബ്രഹ്മദേവനെ തപം ചെയ്തിട്ട് അനേക കാലം തപം ചെയ്തിട്ടൊന്നും ബ്രഹ്മദേവൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടില്ല. കാരണം ഈ അസുരന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട വരം കൊടുക്കണം. അവര് ചോദിക്കുന്ന വരത്തിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ എല്ലാ വരമായിട്ട് കൊടുക്കാൻ പറ്റുമോ? അതിട്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മദേവനൊക്കെ വളരെ താമസിച്ച, പ്രത്യേകിച്ച് അസുരന്മാരൊക്കെ തപസ് ചെയ്യുമ്പോൾ നാരായണ വളരെ താമസിച്ച് എന്ത് ചെയ്യുള്ളൂ? പ്രത്യക്ഷപ്പെടുള്ളൂ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, അപ്പൊ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പോ ഈ ഹിരണ്യകശിപു ആണെങ്കിൽ തപസ് ചെയ്ത് തന്റെ ശരീരം, ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്ന വെച്ചപ്പോൾ തന്റെ ശരീരത്തിലെ മാംസമൊക്കെ എടുത്ത് ഹോമിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒറ്റക്കാലെ തപസ് ചെയ്യാൻ തുടങ്ങി, അഗ്നിമധ്യത്തിൽ തപസ് ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് പെരുവരലയിൽ നിന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ബ്രഹ്മദേവൻ അവസാനം തന്നെ തല വെട്ടി അങ്ങോട്ട് ഹോമിക്കാന്ന് വിചാരിച്ചു. അപ്പതാ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അസുരനാണെങ്കിലും പരമഭക്തനാട്ടോ, ദൃഢനിശ്ചയമുള്ള ഭക്തനാണ്. എന്നിട്ടോ അങ്ങനെ തപം ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? ബ്രഹ്മദേവനോട് ഒറ്റ വരമേ ചോദിച്ചുള്ളൂ ഹിരണ്യേശ്വരൻ. എന്താ? മരണം ഉണ്ടാവാൻ പാടില്ല.
നമ്മളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മരണം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? ഭഗവതി അടുത്തൊന്ന് പ്രാർത്ഥിക്കൂലേ? ഭഗവതിയോട് എനിക്ക് മരണം ഉണ്ടാകരുതെന്ന് ഉണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മളില്ല. അത് ചോദിക്കാറുണ്ടോ ഭഗവതിയോട്? ഭഗവതി എനിക്ക് മരണം ഉണ്ടാകരുതെന്ന് ഉണ്ടോ? ഇല്ലയോ? ഇല്ലേ? എന്നാ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. നമ്മളിച്ചിരി ബുദ്ധി കൂടി പറഞ്ഞാ നമുക്കിപ്പോ അസുരന്മാരെയൊക്കെ വലിയ വില്ലന്മാരാണ് നമ്മള്. എന്നിട്ട് നമ്മളിച്ചിരി വളഞ്ഞ വഴി ഭഗവതിയൊക്കെ പറ്റിച്ച് നമ്മൾ കാര്യം തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചെന്നിട്ട് പറയാം, എന്റെ അമ്മേ ആയുസ്സും ആരോഗ്യവും തരണേ. പറയാറുണ്ടോ? അത് പറയണ്ട. ഈ അപ്പൊ അതിനർത്ഥം എന്താ? മരണം ഉണ്ടായിരുന്നു. ഈ ആയുസ്സും വേണം ആരോഗ്യവും വേണമെങ്കിൽ അതിനർത്ഥം എന്താ? ആയുസ് കൊണ്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനർത്ഥം മരണം ഉണ്ടാവരുത് എന്നാണ്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കടന്ന് ചിന്തിക്കാറില്ല എന്ന് മാത്രം. ഇവരെ ഡയറക്റ്റ് ചോദിക്കും മരണം ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മദേവ പറഞ്ഞു, ഹേ കുട്ടി, അങ്ങനെ മരണമില്ലാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ജന്മം എടുത്തിട്ടുണ്ടോ മരണം ഉറപ്പാ. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിച്ചു ചേരണം. അതുകൊണ്ട് മരണമില്ലാത്ത അവസ്ഥയൊന്നും സാധ്യമല്ല. അതുകൊണ്ട് വേറെന്തെങ്കിലും വരം വേണേ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഹിരണ്യകശിപു ഒറ്റ ലക്ഷ്യമുള്ളൂ, മരണം ഉണ്ടാവരുതെന്ന്. അപ്പൊ ആലോചിച്ചു, എങ്ങനെ മരണമില്ലാതെ ഇരിക്കാം? ഏതുവഴിയൊക്കെയാണ് മരണം വരുന്നത് എന്ന് ആലോചിച്ചിട്ട് ഈ മരണം വരാൻ സാധ്യതയുള്ള സർവ പഴുതുകളും അടച്ചുകൊണ്ടിന് വരാൻ ചോദിച്ചു. എന്താണെന്നറിയുമോ? എന്നെ ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രിയിൽ കൊല്ലരുത്, ഓരായുധങ്ങളാലും കൊല്ലപ്പെടാൻ പാടില്ല. പിന്നെയോ മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ടതൊന്നും ആവരുത്, യോനിയിൽ പിറന്നതും ആവാൻ പാടില്ല. ഇനിയും പിന്നെ എങ്ങനെയാ വരിക? അപ്പൊ ഒരു തരത്തിലും തനിക്ക് മരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു വെച്ചു. ബ്രഹ്മദേവനാകപ്പാടെ കൺഫ്യൂസ്ഡായി. എന്താ ചെയ്യാ? വരം ചോദിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാ. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. വരം ചോദിച്ചാൽ കൊടുക്കണം. തന്നെയല്ല, തന്നെ ഇത്രയും കാലം തപസ് ചെയ്തവനാണ്. ഒന്ന് ചോദിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇത് രണ്ടും ഇതൂടെ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ തന്റെ എല്ലാ ഇതും നഷ്ടപ്പെടും. അതുകൊണ്ട് എങ്ങനെയാന്ന് ആലോചിച്ചു. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? സാക്ഷാൽ നാരായണനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ടോ ആലോചിച്ചു, ഭഗവാനെ എന്താണ് ഞാനിപ്പോ ചെയ്യാം? ഈ ചോദിച്ച വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ ഉള്ളിൽ റിപ്പോർട്ട് കൊടുത്തു. ധൈര്യപൂർവ്വം നീ കൊടുത്തോളൂ. എന്താ കാരണം? ഞാനിവിടെ ഉണ്ടല്ലോ. നാരായണന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവിടെ വിഷയമില്ല. എന്ത് ചെയ്തു? ഭഗവാന് അനുഗ്രഹിച്ചു. ബ്രഹ്മാവിനോടും പറഞ്ഞു അങ്ങനെ കൊടുത്തോളാൻ പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു തദാസ്തു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. നമ്മൾ ഈ ദേവന്മാരൊക്കെ ഭഗവതിയോടും ഭഗവാനോടും ഒക്കെ വല്ലതും ചോദിച്ചാൽ ഭഗവതിക്കും ഭഗവാനും ഒക്കെ ഒറ്റ വാക്കേ ഉള്ളൂ, തദാസ്തു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് പലതും കിട്ടാത്ത കാരണം അതുകൊണ്ടാണ്. എന്താണ്? നമ്മൾ ഇന്ന് ചോദിക്കുന്നത് തലതിരിച്ച, അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്ത ഇല്ലേ? നമ്മളൊക്കെ സാധാരണ ചെന്ന് എന്താ ചോദിക്കുക? ഭഗവതി എനിക്കത് കിട്ടിയില്ലല്ലോ. എങ്ങനല്ലേ പറയാ? അല്ലേ? എന്റെ അമ്മ, എന്നാലും നീ എനിക്ക് തന്നില്ലല്ലോ. അമ്മ എന്താ പറയുന്നുണ്ട്? തദാസ്തു, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന്. മോടെ കല്യാണം നടന്നില്ല. എന്റെ ഭഗമ്മേ, എന്തൊരു കഷ്ടമാ. എത്ര കാലം കൊണ്ട് നിന്നോട് പറയുവാ, എന്റെ മോടെ കല്യാണം ഇതുവരെ നടത്തിയില്ലല്ലോ അമ്മേ. അമ്മ പറയും തദാസ്തു, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതുപോലെ മോടെ കല്യാണം നടക്കുമോ? നടക്കത്തില്ല. അതുകൊണ്ട് ഒന്നും ചോദിക്കണ്ട, അവിടെ ചെല്ലുക, കൈകൂപ്പി നിൽക്കുക. എന്ത് ചെയ്യുക? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ, ശക്തി നാരായണ, നിനക്ക് എന്താണോ എനിക്ക് തരാൻ ആഗ്രഹങ്ങൾ അതെന്നുള്ളത്. കാരണം എന്റേതായ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കില്ല. കാരണം നിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പൊ നീ എന്താണോ തരാൻ എനിക്ക് ആഗ്രഹം, എനിക്ക് അർഹതയായിട്ടുള്ളത് എന്തുണ്ടോ അതെപ്പോഴാന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം തന്നോളുക. എനിക്കൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നോക്കൂ. നിന്റെ ഹിതം എന്തോ അത് ചെയ്യാൻ പറഞ്ഞു നോക്കൂ. അമ്മ എല്ലാം തരും. ഇത് നമ്മൾ ഓരോന്ന് പറഞ്ഞ് പിച്ചക്കാരെ പോലെ തന്നെ ചോദിക്കാം. അമ്മ ചെയ്യേ, അത് ആയേ,
അമ്മച്ചിയെ ഇതായി, അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ അടുത്ത കേസ് വരണം, നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ. ഒന്ന് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ. പിന്നെ അടുത്ത എന്തെങ്കിലും ഒരെണ്ണം വരുമ്പോഴേ, എന്നാലും എന്റെ അമ്മയെ 2 ദിവസം ഇങ്ങോട്ട് വരാതിരുന്നപ്പോഴത്തേക്ക് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു. അമ്മ എന്തോ ചെയ്താ? അമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റിയാൽ അമ്മയുടെ കുറ്റവും, നേട്ടം കിട്ടിയാൽ നമ്മളെ എടുക്കും. അതെങ്ങനെ ശരിയാവുക? ശരിയാവും. അപ്പൊ അതുകൊണ്ട് നിത്യേന ആ ഭഗവതിയുടെ മുൻപിൽ ചെന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ട, ഒന്നും പറയണ്ട, അറിയാവുന്ന നാമം ജപിക്കുക അവിടെ നിന്നുകൊണ്ട്. എന്തായാലും അങ്ങനെ ഹിരണ്യകശിപുവിന് വരം കൊടുത്തു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. ഹിരണ്യകശിപു അജയ്യനായിട്ട് തിരിച്ചു എന്ന് അസുരന്മാരെല്ലാം കൂട്ടി. എന്നിട്ടോ ഒരാജ്ഞ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്താ? ഇനി മേലിൽ ഇവിടെ ദേവൻ നാരായണന് പൂജ ചെയ്യാൻ പാടില്ല, നാരായണ മന്ത്രം ജപിക്കാൻ പാടില്ല. നിങ്ങൾക്കെല്ലാം തരണത് ഞാനാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഓം ഹിരണ്യായ നമഃ എന്നല്ലാതെ മറ്റൊന്നും ജപിക്കാൻ പാടില്ല. ഹോതാവും ഭോക്താവും എല്ലാം ഞാൻ തന്നെ. ദാതാവിന്റെ തരുന്നതും എടുക്കുന്നതും കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഞാൻ. അതുകൊണ്ട് ഇന്നു മുതലെല്ലാം എനിക്ക് വേണ്ടി മാത്രമേ സമർപ്പിക്കാവൂ എന്നൊരു ആജ്ഞ പ്രകടിപ്പിച്ചു. സജ്ജനങ്ങളൊക്കെ സങ്കടത്തിലായി. എന്താ ചെയ്യാം? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പുറപ്പെടുവിച്ച എന്ത് ചെയ്യും? ഈശ്വര ഭജനം നടത്തുന്നവർക്ക് സങ്കട. പക്ഷെ ദുഷ്ടന്മാർക്കൊക്കെ സന്തോഷം. എന്താ കാരണം? അവർക്ക് വളരാലോ. ഈശ്വരനാമം ജപിക്കാന്ന് വരുമ്പോ ദുഷ്ടത വളരും. അതുകൊണ്ട് ആ സജ്ജനങ്ങളൊക്കെ എപ്പോഴും നാമം ജപിക്കണം. കാരണം ലോകത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടായ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ ഇന്നും തപസ് ചെയ്യുന്നില്ല. ഇത്രയെല്ലാം ഉണ്ടായിട്ട് ഹിമാലയ സാനുക്കളിലേക്ക് പോയി. ഇതിനുണ്ടാ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന് ശാന്തിയും സമാധാനം ഉണ്ടാവും. ഇപ്പൊ ചോദിക്കും ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, നമ്മളായിട്ട് വരുത്തി വെക്കുന്ന അസമാധാനമേ ഉള്ളൂ. നമ്മൾ ഓരോ സമാധാനക്കേട് ഉണ്ടാക്കി വെക്കുന്ന, മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെക്കുന്ന സമാധാനക്കേടല്ല. ഇല്ലേ? ആണോ അല്ലയോ? അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ എന്തൊക്കെ പ്രഖ്യാപിച്ചു. എന്നിട്ടോ അദ്ദേഹം കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ പേര് കയാതു എന്നാണ്. കയാതുവിനെ കല്യാണമൊക്കെ കഴിച്ചു. 4 മക്കളുണ്ട്. ഹ്ലാദനും പ്രഹ്ലാദനും സഹ്ലാദനും ആഹ്ലാദനും, അങ്ങനെ 4 മക്കള്. അതിൽ പ്രഹ്ലാദൻ മാത്രം എന്തായി? തലതിരിഞ്ഞു പോയി എന്നാണ് പറയണത്. എന്താ കാരണം? പ്രഹ്ലാദൻ മാത്രം നാരായണനാമം ചൊല്ലൂത്രേ, ബാക്കി ആരും ചൊല്ലില്ല. ഈശ്വരനാമം ഭയിച്ചു കിടക്കുന്നവന് എന്താ പറയാ? അത് പഴയ പിഴച്ചു പോയി ഇല്ലേ? എന്താ കാരണം? വേറെ ഒരു പണിക്കും പോകില്ല, നാമം ജപിച്ചെടുക്കാന്ന്. അങ്ങനെയുണ്ട് ചിലര്. ഈശ്വരനെ ഭജിച്ചാൽ അത് കുഴപ്പമാന്നാ. അല്ലെങ്കിൽ ഇനി അഥവാ ചെറുതെന്ന് കൂടി എന്താന്നറിയത്തില്ല. കുറെ കാലമായിട്ട് ഇപ്പൊ അങ്ങനാ. എന്തോ ഒരു വട്ടാണോ എന്ന് ചോദിച്ചാ എന്ന് വേണമെങ്കിലും പറയാം. എപ്പൊ നോക്കിയാലും ഇങ്ങനെ അങ്ങ് നാമജ പോവാം. അത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട്. ഇനിയിപ്പൊ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ ചിലപ്പോ ഒന്ന് ശരിയായേക്കും. ദിവസവും അങ്ങ് അമ്പലത്തിൽ പോക്കും. എന്നും രാവിലെ പോയി. ഇപ്പൊ മറ്റേ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്താന്നറിയില്ല, ഇപ്പൊ ദിവസവും രാവിലെ അമ്പലത്തിൽ. അപ്പൊ വേറൊരാള് പറയും, അത് ചുമ്മാ പോകുന്നില്ല, ആർക്കാണ്ടിട്ട് പാര പണിയാൻ പോകുന്നതാ, ഏതാണ്ട് കൂടോത്രം ചെയ്യാൻ പോവാം എന്ന് ചില ആൾക്കാർ പറയും. ഇങ്ങനെ ഓരോ തരത്തിലാ മനുഷ്യര്. ഈശ്വരഭജനം നടത്തുന്നതിനൊക്കെ ഇനി അങ്ങോട്ട് മാറിയിരുന്ന് ഒന്ന് സന്തോഷത്തോടെ ഇരുന്നാലോ? അയ്യോ, ഈ രീതി ഇരിപ്പ് കണ്ടോ? എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്താണ്? അവൻ ഈശ്വര ഭജനം നടത്തി അവന്റെ മനസ്സിൽ ആനന്ദം ഉണ്ടായപ്പോ അവന് സങ്കടമൊന്നുമില്ല. അതുകൊണ്ട് അവൻ സന്തോഷത്തോടെ ഇരിക്കുന്ന നമുക്ക് വട്ടാൻ തോന്നുന്നു. ഇല്ലേ? സത്യത്തിൽ യഥാർത്ഥത്തിൽ വട്ട് നമുക്കാ. എന്താ കാരണം? ഈശ്വര ഭജനം നടത്തുന്നതിനെ, ആനന്ദം അനുഭവിക്കുന്നതിനെ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത വട്ട് നമുക്കാ. അതാ സത്യം. അതുകൊണ്ട് പ്രഹ്ലാദൻ മാത്രം അവിടെ അസുരകുലത്തിൽ പിഴച്ചു പോയിന്ന. പക്ഷെ ഇതൊന്നും അറിയണില്ല. ആരെ? ഹിരണ്യകശിപു. കുട്ടിയല്ലേ, പഠിക്കാൻ വിട്ടു. സ്കൂളിലൊക്കെ വിടണമല്ലോ, കുട്ടിക്കാലം ആവുമ്പോൾ പഠിക്കാനൊക്കെ പോണമല്ലോ. വിട്ടതെവിടെയാ? കുലഗുരുവായിരിക്കുന്ന ശുക്രാചാര്യയുടെ ആശ്രമത്തിലാ. അവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ വേണ്ടാതെ ഇന്നത്തെ പഠിത്തം പോലെ. അവിടെ ധർമ്മവും ഇല്ല, മോക്ഷവും ഇല്ല, അർത്ഥവും കാമവും മാത്രമല്ല. എങ്ങനെയും കാശുണ്ടാക്കിക്കോണം, എങ്ങനെയും ആഗ്രഹം സാധിച്ചോണം. അതേ ഉള്ളൂ. ധർമ്മം ഇല്ല. അസുരന്മാർക്ക് ധർമ്മം ഇല്ല. എന്താ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനുള്ളപ്പോഴും ഉള്ള കുഴപ്പം? ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിനുള്ള കുഴപ്പം തന്നെ, ധർമ്മമില്ല. സ്കൂൾ നടത്തുന്നവർക്ക് എങ്ങനെയും കാശുണ്ടാക്കണം, പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചു ഇറങ്ങി വെച്ച് കാശുണ്ടാക്കണം. ഈ രണ്ടിൻ്റെ ഉള്ളൂ. അതുകൊണ്ട് ധർമ്മമില്ലാത്ത അവസ്ഥയാണ്. മൂല്യച്യുതി ഉണ്ടായ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ 2 നമ്മളെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് നോക്കൂ, പഠിച്ചിറങ്ങി വരുന്ന എന്തിനെങ്കിലും ഒരെണ്ണത്തിന് തലവിളവുണ്ടോ? ഡിഗ്രിയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ തലവിളവില്ല. എന്താ കാരണം?
അതൊന്നും പഠിപ്പിച്ചു വിടണില്ല. ധർമ്മത്തിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കണം, ധർമ്മത്തെ പഠിപ്പിച്ചു വിടണം. ഇനി മറ്റൊന്നുകൂടെ നോക്കൂ, പണ്ട് കാലത്ത് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നില്ലേ? ഇല്ലായിരുന്നോ? പണ്ട് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ കാലത്തും അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിലും ശരി, പഠിപ്പിച്ചിറങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്, ഇല്ലേ? അല്ലേ? നിങ്ങളങ്ങും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? പണ്ട് അന്ന് മലയാള പുസ്തകത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമായിരുന്നില്ലേ? രാമായണത്തിൽ നിന്നോ ഭാഗവതത്തിൽ നിന്നോ ഖുറാനിൽ നിന്നോ അല്ലെങ്കിൽ ബൈബിളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ഏടുകൾ എടുത്ത് പഠിപ്പിച്ച് നമ്മളെ ഒരു ധർമ്മസ്ഥിതി പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നൊന്നും ഇല്ല. അതുകൊണ്ട് എന്താ, പിള്ളേർക്ക് ധർമ്മം അറിയില്ല. അതുകൊണ്ട് മറ്റൊരു പ്രശ്നം എന്താ, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ പോലും ഉടനെ പോയങ്ങ് ജീവൻ എടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് കിടന്നു. പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ബോധമില്ല, അതിനുള്ള മനക്കരുത്തില്ലാത്ത വിദ്യാഭ്യാസമാണ്. ഒരു മനുഷ്യൻ പൂർണ്ണനാവുന്ന എപ്പോഴാണ്? ആ പൂർണ്ണനാവത്തില്ല എങ്കിൽ പോലും വിദ്യാഭ്യാസം അവന് മാനസികമായും ബൗദ്ധികമായിട്ടുള്ള കരുത്ത് പകരേണ്ടതാണ്. പക്ഷേ ഇത് ബൗദ്ധികമായിട്ടും കരുത്തില്ല, ആത്മീയമായിട്ടും കരുത്തില്ല, മാനസികമായും കരുത്തില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഒരു നിസാര കാര്യം വന്നാൽ അമ്മ മൊബൈൽ മേടിച്ചു വെച്ചാൽ ഉടനെ പോയി ജീവനെടുക്കും. ആ ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ. അതൊന്നുമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. കരുത്തരായിട്ടുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നം വന്നാലും അതിനെ മുഴുവൻ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള, മാനസികമായ കരുത്തുള്ള, തൻ്റെ ഇടമുള്ള തലമുറകളെ വാർത്തെടുക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. മറ്റുള്ളവനെ ദ്രോഹിക്കാതെ, മറ്റുള്ളവന് ശരണമായിട്ട് ഒരുത്തന്നെ ഒരാശ്രയം വേണ്ടി വന്നാൽ ആ സമയത്ത് ആശ്രയിക്കാനുള്ള മനസ്സുള്ള ഒരു തലമുറയെ വേണം വിദ്യാഭ്യാസം കൊണ്ട് വാർത്തെടുക്കാൻ. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും സമൂഹ ഉപകാരിയായിട്ട് എങ്ങനെ ജീവിക്കണമെന്നും മറ്റുള്ളവർക്ക് എങ്ങനെ ദ്രോഹിയാവാതിരിക്കണമെന്നുമുള്ള വിദ്യാഭ്യാസം കൂടി കൊടുത്താണ് സത്യത്തിൽ വളർത്തേണ്ടത്. പക്ഷെ ഇന്നതൊന്നും ഇല്ലാത്ത അവസ്ഥയായി. ഇന്നിപ്പോ എങ്ങനെങ്കിലും കാശുണ്ടാക്കാൻ ഒരൊറ്റ ലക്ഷ്യമുള്ളതുകൊണ്ട്, അല്ല വേറെ ഒരു ലക്ഷ്യമില്ല. പഠിപ്പിക്കണവർക്കും ഇല്ല, പഠിക്കണവർക്കും ഇല്ല, പഠിപ്പിക്കാൻ വിടുന്നവർക്കും ഇല്ല. പണ്ട് കാലത്ത് സാറുമാർ രണ്ട് തല്ല് തല്ലിയാലെങ്കിലും നേരെയാവുമായിരുന്നു. ഇന്ന് സാറുമാരെ തല്ലാൻ ചെന്നാൽ സാറുമാരെ തല്ലി താഴെ ഇട്ടു പോകുന്ന കുട്ടികളായിട്ട് മാറി. എന്താ കാരണം? അനുവദിക്കില്ല. നമ്മൾ രക്ഷിതാക്കൾ തന്നെ സാറുമാരെ കൊടുക്കാൻ നോക്കും, ഇല്ലേ? തെറ്റ് ചെയ്തിട്ടാ തല്ലിയതെന്ന് നമ്മൾ നോക്കില്ല. സാറുമാരെ നമ്മൾ രക്ഷിതാക്കൾ തന്നെ കൊടുക്കാൻ നോക്കും. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഉടനെ അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കാൻ മാതാപിതാക്കന്മാർ ഇറങ്ങിത്തിരിക്കുക. എന്നാ തന്റെ മകനല്ലേ തന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ആ അധ്യാപകൻ ശിക്ഷിച്ചതെന്ന് നമ്മൾ നോക്കില്ല. ആ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിയപ്പോൾ കുട്ടികൾക്കും അത് ധൈര്യമായി. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവും, എന്ത് അധർമ്മം ചെയ്താലും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. അധർമ്മത്തിന് ഒരിക്കലും മക്കൾക്ക് കൂട്ടു നിൽക്കരുത്. ധർമ്മമില്ലാത്ത ഒരു പ്രവർത്തിക്കും മക്കൾ കൂട്ടു നിൽക്കരുത്. എന്നിട്ടുണ്ടെങ്കിൽ നാളെ അവർ സാമൂഹിക ദ്രോഹിയായിട്ട് മാറും, യാതൊരു സംശയവും വേണ്ട. ധർമ്മമുള്ള സന്തതികളായിട്ട് വളർത്തിയെടുക്കണം. അതുകൊണ്ട് പോയി വട്ടം കൂടിയിരിക്കുന്ന എത്ര എണ്ണം ഉണ്ട് അവിടെ നോക്ക്, ഉണ്ടോ? എത്ര എണ്ണം ഉണ്ട് അവിടെ? എന്തൊരു ബഹള! ആ സമയം എതിരാത്ത് കയറി നിന്ന് കേട്ടെങ്കിലോ? കേൾക്കൂ? എന്തുകൊണ്ടാ? ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എല്ലാം എഴുന്നേറ്റ് അവിടുന്ന് പോകും, എല്ലാം പോയി എഴുന്നേറ്റ് പോകും. വേണ്ട ചേട്ടാ, അവിടെ ഇരുന്നോട്ടെ, അവരവിടെ ഇരുന്നോട്ടെ, അവരെ നിർബന്ധിക്കണ്ട. അവരെഴുന്നേറ്റ് അങ്ങോട്ട് പോകത്തുള്ളൂ, ഇങ്ങോട്ട് വരില്ല. അവരാ വഴി പോകും. അതാണ് അത്. നിരന്തരമായി ക്ഷേത്രത്തിൽ, കുറ്റിക്കാലം മുതലേ നിരന്തരമായി ക്ഷേത്രത്തിൽ കൊണ്ടുവരികയോ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പങ്കെടുപ്പിക്കുകയോ കൊണ്ടൊന്ന് തൊഴിയിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ബോധം ഉള്ളിൽ ഉറക്കത്തുള്ളൂ. ആരെയും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. നമ്മൾ രക്ഷിതാക്കളാണ് കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കണം. ഇത് നല്ലൊരു ശ്രമമാണ്. പോട്ടെ, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താണ്, അങ്ങനെ 4 മക്കള്, അവർ 4 പേരില് പ്രഹ്ലാദം മാത്രം ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ പ്രഹ്ലാദൻ ശുക്രാചാര്യരുടെ ആശ്രമത്തിലാണ് പഠിക്കാൻ പോണത്. കുലഗുരുവാണ്, അസുരന്മാരുടെ കുലഗുരുവാണ് ശുക്രാചാര്യൻ. അപ്പൊ പഠിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ ശുക്രാചാര്യനല്ല പഠിപ്പിക്കുന്നത്, അദ്ദേഹം എവിടെയോ ടൂർ പോയിരിക്കുക.
പഠിപ്പിക്കണത് ശണ്ടനും അമർക്കനും എന്ന് പറയുന്ന ശുക്രാചാര്യ രണ്ട് മക്കളാ. പേരൊക്കെ എഴുതിയെടുത്തോണം, കൊച്ചുമക്കൾക്കൊക്കെ ഇടാം. നല്ല പേരാ ഇല്ലേ? കൊച്ചുമക്കളെ വിളിച്ചോളെ മോനെ ശണ്ട. എളുപ്പാ വിളിക്കാൻ അല്ലേ? രണ്ടക്ഷരമല്ലേ ഉള്ളൂ. ഇപ്പൊ അത്രയൊക്കെ അല്ലേ ഉള്ളൂ പേരുകൾക്കൊക്കെ അല്ലേ? പാകപ്പാടെ രണ്ടക്ഷരമൊക്കെ കഷ്ടിച്ചേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളു പിള്ളേരുടെ പേരിപ്പോ അല്ലേ? ഈ കഴിഞ്ഞിട വരെ ഒരു ഫാഷൻ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് കൊച്ചുങ്ങൾക്ക് ഇടുമായിരുന്നു ഇല്ലേ? അങ്ങനില്ലായിരുന്നോ? അച്ഛൻ കൃഷ്ണനും അമ്മ മിനിയാണെ കൊച്ച് വിളിക്കാൻ എളുപ്പമാണ് മോനെ ക്രിമി. നീ ഇപ്പൊ ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ എന്തൊക്കെ ഇടണമെന്ന്. നീ ഇച്ചിരൂടെ കാലം വേണം മോനെ ടും മോനെ ടം എന്നൊക്കെ വിളിക്കുന്നതേക്കാം. കാരണം ഇപ്പൊ പിള്ളേർക്കൊന്നും നല്ല പേരുകളൊന്നും ഇല്ല. ഉണ്ടോ? പണ്ട് കാലത്ത് എന്ത് നല്ല പേരുകളായിരുന്നു. ജാനകി, വത്സല, ഗോമതി, ശങ്കരി ഇല്ലേ? വാസന്തി, ലക്ഷ്മി, പിന്നെ ഞാനും ഇല്ലേ? എല്ലാം ഭഗവതിമാരുടെ പേര്. അതൊരു വാസുദേവൻ, ശങ്കരൻ, നാരായണൻ, ഗോവിന്ദൻ, ദാമോദരൻ ഇല്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെയല്ലായിരുന്നോ? എന്താ കാരണം? ഈ പേരുകൾ ഇട്ട എന്താ ഗുണം? മക്കളെയാണ് വിളിക്കണമെങ്കിലും ആരുടെ പേര് നാവിൽ നിൽക്കും? ഭഗവതിയുടെയും ഭഗവാന്റെയും പേര് നാവിൽ നിൽക്കും. ഇപ്പൊ നമ്മള് മക്കളെ വിളിച്ചാൽ ആരെങ്കിലും വരുവോ? മോനെ കിട്ടൂന്ന് ഉരുണ്ട് വീണ് കഴിയുമ്പോ ഇച്ചിരി വെള്ളം കുടിക്കാൻ വിളിച്ചാൽ കിട്ടൂ കേട്ടില്ലെങ്കിൽ നമ്മള് പെട്ടു. അവിടെ കിടന്നിയാവാം. അത്രേ ഉള്ളൂ. എന്താ കാരണം? മറ്റേ അങ്ങനൊന്നും അല്ല. ആരെങ്കിലും ഒക്കെ കേൾക്കും. ഇനി ആരും കേട്ടില്ലേ? ആര് കേൾക്കും? ഈശ്വരനെങ്കിലും. അജാമളമോക്ഷത്തിൽ 6-ാമത്തെ സ്കന്ധി അജാമളമോക്ഷത്തിൽ പറയുമല്ലോ, നാരായണ എന്ന അരികത്ത് വന്നിരുന്നെന്ന് എന്നെ രക്ഷിക്കാൻ നീയല്ലാതെ ആരുമില്ലേന്ന് സ്വന്തം മകനെ ഓർത്ത് കരഞ്ഞു വിളിച്ചതാ. പക്ഷെ വിളിക്കേണ്ടത് ആരാ? സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ടാണ് മനസ്സറിഞ്ഞ് വിളിച്ചാൽ, മക്കളെ വിളിച്ചാൽ പോലും ഭഗവാനത് കിട്ടും. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള പേരുകളിരുന്നത്. ഇന്നത്തെ പേരുകളൊക്കെ വിളിച്ചാൽ ഭഗവാൻ പോയിട്ട് രാക്ഷസം പോലും പിശാച് പോലും വരൂല. അതിന്റെ അത്രയ്ക്ക് നല്ല പേരുകളൊക്കെ ഇപ്പെടുന്നത് ഇല്ലേ? അത് ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്തായാലും അങ്ങനെ ശണ്ടനും അവർക്കനും അവരാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ ചെയ്യും, നല്ല ഗംഭീരമായിട്ട് ശ്രദ്ധയോടുകൂടി അങ്ങനെ കേട്ടിരിക്കും. നിങ്ങളെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്നാ ശ്രദ്ധാലുക്കളാന്ന് തോന്നും. പക്ഷെ ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴോ എല്ലാം സ്വഹ. അതുപോലെ ശണ്ടാമർക്കന്മാര് പഠിപ്പിക്കുന്നുണ്ടല്ലോ. കണ്ണുമൊക്കെ ഉരുട്ടി ശ്രദ്ധാലുക്കളായ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ പ്രഹ്ലാദൻ ഇരിക്കുന്ന തോന്നും ശണ്ടാമർക്കന്മാർക്ക് തോന്നും. പക്ഷെ ഇവര് പോയി കഴിയുമ്പോ അങ്ങോട്ട് ഇത് മാറിയിരുന്ന എന്താ പണി? നാരായണ 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 എന്നുള്ള ജപം. ഇത് പക്ഷേ ശണ്ടാമർക്കന്മാർ ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആദ്യത്തെ വെക്കേഷനായി, ഫസ്റ്റ് ഇയർ വെക്കേഷനായി ആയപ്പോ എന്ത് ചെയ്തു? ഈ പ്രഹ്ലാദനെ അച്ഛൻ വിളിപ്പിച്ചു, ഹിരണ്യകശിപു വിളിപ്പിച്ചു. ഇത്രയും കാലം പഠിച്ചെന്താന്ന് അറിയണ്ടേ? വെക്കേഷൻ ആകുമ്പോഴാണല്ലോ പരീക്ഷ. അന്ന് പരീക്ഷയൊന്നുമില്ല, ഇന്നത്തെ പോലെ ഓരോ ഇതിന് പരീക്ഷയൊന്നുമില്ല. അപ്പോ അച്ഛൻ വിളിപ്പിച്ച് വന്നു. സ്നേഹത്തോടു കൂടി പിടിച്ചു മടിയിലിരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, പുത്ര, ഇത്രയും കാലം പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പിതാവേ, ഹരിചരണമല്ലാതെ മറ്റൊന്നും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ ലോകത്ത് ഞാനൊന്നും കാണില്ല. എന്താ പറയണേ? തന്റെ ആജന്മ ശത്രുവിന്റെ പേരാ പറയണത്. ആര്? അതും തന്റെ പുത്രൻ. ഒന്നും ആലോചിച്ചില്ല, വലിച്ചെടുത്ത ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. മകനാന്നൊന്നും നോക്കിയില്ല. തന്നേക്ക് താനും പറയരുതെന്ന് നാമങ്ങളാണ് ഇവൻ പറയണത്. ഇവനെ അങ്ങനെ വെച്ചാൽ ശരിയാവില്ലെന്ന് ഒടുത്തറിയാൻ കൊടുത്തു. നമ്മളാണ് എന്താ പറയണേ? യോ താണ്ടേ പോന്നെന്ന് പറയും. പക്ഷെ പറയണം എന്നൊന്നും പറഞ്ഞില്ല. പറയണം എന്താ പറഞ്ഞേ? നാരായണ പരിപാലയമാ. എന്താ കാരണം? നാരായണൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ രക്ഷിക്കാനെന്ന് ആർക്കറിയാമായിരുന്നു? പ്രഹ്ലാദൻ അറിയായിരുന്നു. നമുക്ക് അങ്ങനെ വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവിടെ ഈശ്വരനെ നമ്മൾ രക്ഷിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പ് വരണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇവിടുത്തെ ഭഗവതി എന്നെ രക്ഷിച്ചോളൂന്ന്? ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ പൈസ ഇട്ട
അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണം? പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? പ്രാർത്ഥിക്കണം. എങ്ങനെയെന്ന് പ്രാർത്ഥിക്കണം? എങ്ങനെയാ നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഇന്ന് പ്രാർത്ഥിച്ച കാണട്ടെ. എങ്ങനെ നിന്ന? ഇനിയും ഭഗവാന്റെ മുമ്പിൽ എന്തുകൊണ്ട് സമർപ്പിച്ചാലും അവിടെ ഇന്ന് ഭഗവാനെ ഒന്ന് തൊഴുത് എന്തോ പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കുക? എന്തോ ഭഗവാനോട് പറയുന്നേ? കൃഷ്ണനോട് എന്തോ പറയുന്നേ? സദ്ബുദ്ധി തരണേന്ന് പ്രാർത്ഥിക്കണം. എന്ത് പറയണമെന്ന്? നല്ല ബുദ്ധി തരണേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് നീണ്ടു നിവർന്ന് നമസ്കരിക്കണം കേട്ടാ. ഇനി മറക്കുവോ? മറക്കുവോ? മറക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായി? ഇവിടെ പ്രഹ്ലാദന് ഉറപ്പുണ്ടായിരുന്നു, സാക്ഷാൽ നാരായണൻ മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ. നമ്മുടെയൊക്കെ ധാരണ നമ്മളെയൊക്കെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്നാ. ഇല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ധാരണയില്ലേ? എന്റെ മക്കൾ നോക്കിക്കോളും, എന്റെ ഭർത്താവ് നോക്കിക്കോളും, എന്റെ ബന്ധുക്കൾ നോക്കിക്കോളും, ഞങ്ങൾക്ക് ഇച്ചിരി വലിപ്പമുള്ള കുടുംബമാ. ഇല്ലേ? ഇവരാരെങ്കിലും രക്ഷിക്കാൻ കാണുമോ? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴായി ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും സ്വന്തക്കാരുടെയും ഒക്കെ ഇതറിയുക, മനസ്സിലിരി പറയുക? നമ്മൾ എവിടെങ്കിലും നീണ്ടു നിവർന്ന് കട്ടിലയിലൊന്ന് കിടക്കണം. അപ്പൊ അറിയാം ഈ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും ഒക്കെ ഈ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നും. അവർക്ക് എന്നും കൊടുത്തോണ്ടിരിക്കാമെങ്കിൽ എല്ലാവർക്കും വലിയ സ്നേഹമാണ് അല്ലേ? എന്ന് കിട്ടപ്പോരില്ലാതാവുന്നു അന്ന് തട്ടിപ്പൊക്കോട്ടെ എന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്തായി? പ്രഹ്ലാദനറിയാൻ നാരായണൻ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ തന്നെ രക്ഷിക്കാൻ വേറൊരു ശക്തിക്ക് സാധ്യമാവില്ല. നമ്മളൊക്കെ പറയും, വിഷമിക്കണ്ടടി, ഞാനുണ്ട് നിനക്ക്. പറയാറില്ലേ? ഭർത്താവാരോട് പറയും, നീ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഭാര്യ അതുപോലെ, ചേട്ടനെന്തിനാ സങ്കടപ്പെടുന്നത്, ഞാനില്ലേ കൂടെ എന്ന്. ഇല്ലേ എന്ന് പറയും. പക്ഷെ നമ്മളെ ആര് രക്ഷിക്കും? എന്ത് ഗ്യാരണ്ടിയുടെ പുറത്താ നമ്മൾ പറയണ രക്ഷിക്കാൻ നോക്കിക്കോളാന്ന്? അല്ല ഗ്യാരണ്ടി ഉണ്ടോ? അകത്തോട്ട് പിടിക്കണ സാധനം പുറത്തോട്ട് വന്നില്ലെങ്കിൽ കഴിഞ്ഞു. ഫ്രിഡ്ജിനകത്ത് കയറ്റി വീട്ടുകാർ കിടത്തും. ഇല്ലേ? കിടത്തൂല്ലേ? നീണ്ടു നിവർത്തി ഒരു വെള്ള തുണിയൊക്കെ പതിപ്പിച്ച് മൂക്കി പഞ്ഞിയും വെച്ച് കാലും കൈയും എല്ലാം കൂട്ടി കെട്ടി താടി രണ്ടും കൂടെ കൂട്ടിക്കെട്ടി ഇല്ലേ? നീണ്ടു നിവർത്തി കിടത്തൂല്ലേ? അകത്തോട്ട് പിടിക്കുന്ന ഒന്ന് പുറത്തോട്ട് വരാതിരുന്നാ മതി. ആ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഞാനാ പറയുന്നത്, നീ വിഷമിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെയെന്ന്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മൾ കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് മേടിച്ച ആദ്യം ചോദിക്കണ എത്ര? നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, എപ്പ പോകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണ എന്താ? എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്? ഇല്ലേ? എഴുതി ഒപ്പിട്ട് സീലും കുത്തിയാ നമ്മൾ മേടിച്ചോണ്ട് പോരുള്ളൂ അതിന്റെ ഗ്യാരണ്ടി കാർഡ്. ഇല്ലേ? നമ്മക്ക് ആരെയും ഒപ്പിട്ട് അതിലുണ്ടോ ഇത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന്? ഉണ്ടോ? പക്ഷെ നമുക്കതല്ല ടെൻഷൻ. ഫ്രിഡ്ജിന് മിനിമം ആയുഷ്കാല ഗ്യാരണ്ടി കിട്ടണം, ലോങ് ലൈഫാണ് നമ്മൾ വേണ്ടത്. ഇല്ലേ? ഇങ്ങനെയാ മനുഷ്യൻ, അങ്ങനെയാണ്. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, നാരായണ പരിപാലയമാ, നീ അല്ലാതെ എന്നെ പരിരക്ഷിക്കാനായിട്ട്, എന്നെ പാലിക്കാനായിട്ട് ആരും ഇല്ലാന്ന്. ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് സഹിക്കണില്ല ഇതൊക്കെ കേട്ടിട്ട്. വിചാരിച്ച ആദ്യത്തെ വർഷം ആയോണ്ടായിരിക്കും കുഴപ്പമില്ല, ഒന്നുകൂടെ വിട്ടു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും പഠിക്കാൻ വിട്ടു. പിറ്റേ വർഷവും വെക്കേഷൻ ആയപ്പോൾ വിളിച്ചു വരുത്തി. അപ്പൊ ചോദിച്ചു, പുത്ര ഇത്രയും കാലം പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു. പറഞ്ഞു, പിതാവേ നേരത്തെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് എന്തേ പറയാനുള്ളൂ? നാരായണ നാമമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളതില്ല.
ഹിരണ്യകശിപുവിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. തനിക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു പുത്രൻ ഇവൻ ഇനിയും ഭൂമിയിൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ഏതെല്ലാം വിധത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമോ ആ വിധമെല്ലാം നോക്കിയെന്ന. ഭക്ഷണത്തെ വിഷം കൊടുത്തു നോക്കി, വലിയ മലയുടെ മുകളിൽ നുരുട്ടി താഴിട്ട് നോക്കി, വെള്ളത്തിലിട്ട് നോക്കി, ആനയെ കൊണ്ട് കുത്തിക്കൊല്ലിക്കാൻ നോക്കി, പാമ്പിനെ വിട്ട് കൊത്തിച്ച് കൊല്ലാൻ നോക്കി, ഭടന്മാരുടെ കൂടെ വിട്ട് അവരെ കൊണ്ട് വെട്ടിക്കൊല്ലിക്കാൻ നോക്കി. എങ്ങനെല്ലാം നോക്കിയിട്ട് എന്തില്ല, ഒരു രക്ഷയില്ല പ്രഹ്ലാദനെ കൊല്ലാൻ. ഈ ശുക്രാചാര്യരുടെ മക്കളെ കുറെ വഴക്കൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ നിന്റെയൊക്കെ തലയായിരിക്കും. ആദ്യം സാറിന്റെ തല വേണമല്ലോ മക്കളെ, ഇല്ലേ? വേണ്ടാത്ത പഠിപ്പിക്കുന്നത് സാറിനെ വേണം ആദ്യം. അതട്ട അല്ലേ? അതുകൊണ്ട് നിന്റെയൊക്കെ തല വെട്ടിക്കളയും, ഞാൻ മര്യാദക്ക് കൊച്ചനെ പഠിപ്പിച്ചോണം. അപ്പൊ പറഞ്ഞു ഞങ്ങളല്ല ഇതൊന്നും പഠിപ്പിക്കണത്, ഇവന് എവിടുന്നോ ഇങ്ങനെ കിട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടെ കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി തേർഡ് ഇയർ. ഇത്തവണ വിഷയങ്ങളൊക്കെ അങ്ങ് മാറി. പ്രഹ്ലാദൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ ഇരിക്കും. സാറുമാര് പോയി കഴിയുമ്പോൾ നാരായണ നാരായണ ജപിക്കും. ഈ പിള്ളേരെല്ലാം കൂടെ എന്ത് ചെയ്തു, പ്രഹ്ലാദന്റെ കൂടെ കൂടി, അസുരക്കുഞ്ഞുങ്ങളെല്ലാം പ്രഹ്ലാദന്റെ കൂടെ കൂടി നാരായണ ജപിക്കും. നാരായണ ജപിച്ചു തുടങ്ങിയപ്പോൾ അവർക്കൊരു നല്ലൊരു സന്തോഷം മനസ്സിന്, അവർക്കൊരു ആനന്ദം ഉള്ളിലുണ്ടായി. നാരായണ നാരായണ ജപിക്കും തോറും അവർക്കും ഉള്ളിലൊരു ആനന്ദമുണ്ടായി. എന്തായി? അവരും അങ്ങനെ നിന്ന് തുള്ളി ജപിക്കാൻ തുടങ്ങി. നാരായണ 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 ജപിക്കാൻ തുടങ്ങി. എന്നിട്ട് കൂട്ടുകാർ ചോദിച്ചു, അല്ല പ്രഹ്ലാദ, നമ്മളെ എല്ലാരെയും പഠിപ്പിക്കുന്ന ഒരേ സാറല്ലേ, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത് എവിടുന്ന് കിട്ടിയതാ? പറഞ്ഞ അതേ, ഈ സാറുമാരൊന്നും പഠിപ്പിച്ചില്ല. നിങ്ങളോട് ഞാൻ ഒരു നല്ല കാര്യം പറഞ്ഞുതരാം. എന്താ നല്ല കാര്യം? മനുഷ്യജന്മം കിട്ടിയാൽ നാരായണ ഭജനം നിർബന്ധമാക്കണം. കുട്ടിക്കാലത്ത് കുരങ്ങനെ പോലെ കളിച്ച് കളിച്ചൊക്കെ പോകും, ഇല്ലേ? മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആയുസാണ്. കുട്ടിക്കാലത്ത് ആരെ പോലെ ജീവിക്കണം? കുരങ്ങന്റെ ആയുസ് എടുത്താൽ ജീവിക്കണം. എന്താ കാരണം? ആ മരം ചാടി, ഈ മരം ചാടി, മറ്റേ മരം ചാടി, അവിടെയും കൈയിട്ട് വാരി, ഇവിടെയും കൈയിട്ട് വാരി, കല്ലും പെറുക്കി എറിഞ്ഞ്, ഇല്ലേ, വഴക്കൊക്കെ ഉണ്ടാക്കി വികൃതമായിരിക്കുന്ന മനസ്സിന്റെ ഉടമയായിട്ട് ഇങ്ങനെ പോകും. യൗവനത്തിൽ ആരുടെ ആയുസാ? കുതിരയുടെ ആയുസാ. എന്താ? പിടിച്ചാ കിട്ടില്ല. എന്നെ വല്ലാമെന്ന് ചോദിച്ചു മസ്ലിം പിടിച്ചിങ്ങനെ പെരുപ്പിച്ചു നടക്കും. മുങ്ങോട്ട് കടിഞ്ഞാണ് വിട്ട കുതിരയെ പോലെ പായും ജീവിതത്തിൽ. കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോ പിന്നെ ആരുടെ ജന്മ ആയുസാ? കഴുതയുടെ ആയുസാ. എന്താ കാരണം? ചുമടെടുക്കുക. ആർക്ക് വേണ്ടിയിട്ട്? കുടുംബത്തിന് വേണ്ടിയിട്ട്. ചുമടെടുത്ത് 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 കുറെ അങ്ങോട്ട് കഴിയുമ്പോ അടുത്ത ആയുസ് ആരുടെയാ? നായയുടെ ആയുസാ. എന്താ കാരണം? മക്കളൊക്കെ പ്രായമായി, അവരെ കല്യാണമൊക്കെ കഴിച്ച് മക്കളും കൊച്ചുമക്കളൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ വീട്ടിലും ചാരികസാര ചെയ്യുന്നുണ്ട്. നായയുടെ ജന്മം, വീടിന് കാവല്. ആരെങ്കിലും വന്നാ ഉടനെ ചോദിക്കും, ഇവിടെ ആരും ഇല്ല, കഴിക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാ. അവരോട് ആരും എവിടെയെങ്കിലും കൊണ്ടുപോവോ? നീ നമ്മളൊന്ന് മനസ്സിൽ പറയാ, നമ്മളൊന്ന് പറയാ, എടാ മക്കളെ, ഞാനിവിടെ വരട്ടെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഈ പ്രായമായിട്ടാണ് നിങ്ങൾ ഇനി ടൂർ പോകാൻ പോകുന്നത്, ഞങ്ങൾ പോകുന്ന പോലെ വല്ലതും എവിടെല്ലാം പോകട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇല്ലേ, കൊണ്ടുപോകുമോ? നമ്മളെ കൊണ്ടുപോകും. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത ഇത്രയും ദൂരമൊക്കെ നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്ന അമ്മ പറയുന്നല്ലേ, അച്ഛ പറയുന്നത്? എന്നാ വേണ്ട, നിങ്ങൾ പോയിട്ട് ഞാനിവിടെ എന്തോ തന്നെ ഇരുന്നോളാം, ചാരികാസാരയിൽ ഇരുന്നോളാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെയും ആശ്രയിക്കുന്നത്. റിട്ടയർമെന്റ് ജോലിക്കൊക്കെ റിട്ടയർമെന്റ് ഉള്ളവരാണെങ്കിൽ റിട്ടയർമെന്റിന്റെ കാശ് കൊണ്ട് അപ്പോഴേ മുങ്ങിക്കണം. അവിടുന്ന് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തന്റെ കീഴിൽ നിൽക്കാൻ നിൽക്കുന്നത്, അപ്പോഴേ പോയേക്കണം. ഇത്രയും കാലം സാധിക്കാത്ത ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു കൊടുത്തോളൂ. അപ്പൊ പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കിടന്നാൽ കുത്തുള്ളൂ. മക്കളും കുത്തും, മരുന്ന് മക്കളും കുത്തും. രണ്ടിന്റെ കുത്ത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൊള്ളേണ്ടി വരും. പണ്ട് പരമേശ്വരൻ കുത്തുകൊണ്ട പോലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ജീവിതത്തില് സുഖം അനുഭവിക്കണമെങ്കിൽ ഈശ്വരനെ അറിയണം. അപ്പൊ പറഞ്ഞു, അതെ, സംഗതിയൊക്കെ ശരിയാ, നമ്മളെയൊക്കെ പഠിപ്പിക്കണത് ഒരേ സാറ് തന്നെ. പക്ഷേ എനിക്ക് ഇവിടുത്തെ സാറുമാര് പഠിപ്പിച്ച് കിട്ടിയതല്ല. പിന്നെയോ, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന് പഠിച്ചതാ. ഇവിടെ എന്തായാലും എല്ലാം കഴിഞ്ഞ അമ്മമാരാ കൂടുതലും, അല്ലേ?
മക്കളൊക്കെ പന പോലെ വളർന്ന അമ്മമാരെവിടെ ഇരിക്കണം. ഇനിയിപ്പോ അവര് കേട്ടിട്ട് എന്തോ കാണിക്കാനാ? ഇല്ലേ? എന്താ അമ്മയുടെ വയറ്റിൽ കിടന്ന് പഠിച്ചത്? എന്റെ അച്ഛന് പണ്ട് തപസ്സിന് പോയായിരുന്നു. തപസ്സിന് പോയപ്പോഴോ അന്ന് ദേവന്മാരെന്നെ ഞങ്ങളുടെ വംശത്തെ ആക്രമിക്കാൻ വന്നു. ദേവന്മാരെല്ലാം കൂടി ആക്രമിച്ച് ഞങ്ങളുടെ അസുരകുലത്തിനെയൊക്കെ പരാജയപ്പെടുത്തി ദേവേന്ദ്രൻ എന്റെ അമ്മയെ പിടിച്ചോണ്ട് പോയി കൊല്ലാൻ. അപ്പോഴോ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരമാണ്. നാരദമുനി ഇത് കണ്ടിട്ടോ ഈ ഇന്ദ്രനോട് പറഞ്ഞു, ഹേ ഇന്ദ്ര, ഈ കയാതുവിനെ വധിക്കാൻ പാടില്ല, എന്ത് ചെയ്യാ, എന്റെ കൂടെ വിട്ടേക്കൂന്ന് പറഞ്ഞു. അങ്ങനെ നാരദമുനി ഈ കയാതുവിനെ കൂട്ടിക്കൊണ്ടുപോയി. നാരദമുനിക്ക് അറിയായിരുന്നു ഹിരണ്യകശിപുവിനെ ഇല്ലാതാക്കാൻ ആര് വേണം, ഇത് വേണം എന്നുള്ളത് അറിയാമായിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് തന്റെ ആശ്രമത്തിൽ നിർത്തി. എന്നിട്ട് അമ്മ നാരദരെ അങ്ങനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അമ്മയുടെ ശുശ്രൂഷ കണ്ട് നാരദർക്ക് അത്യധികമായ സന്തോഷമുണ്ടായി. എന്നിട്ടോ അകത്ത് കിടക്കുന്ന എന്നെ ഉദ്ദേശിച്ചിട്ട് നാരദര് നാരായണ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതാ. അമ്മ ഇങ്ങനെ നാരദരെ ശുശ്രൂഷിക്കും. നാരദര് എന്ത് ചെയ്യും? നാരായണന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ സ്ത്രീ സ്വഭാവം കൊണ്ട് അമ്മ അതൊക്കെ മറന്നുപോയി. പക്ഷെ അകത്ത് കിടന്ന് ഞാൻ ഇതെല്ലാം കേട്ടു, പഠിച്ചു. അങ്ങനെ അമ്മയുടെ അകത്ത് കിടന്നുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ഇന്നലെ രാത്രിയിലാണ് നമ്മൾ പറഞ്ഞേ, തോണ്ടും തമ്മയാണെ കൊച്ചും എന്തോത്തെ പിടിക്കും ആദ്യം. ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന അമ്മയാണെ കൊച്ചു കൈ ആദ്യം കരഞ്ഞു വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മൊബൈലിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു സംശയമില്ല. ഇനി ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തില് ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടു കൂടി കഴിച്ച ഏതെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണമായിരിക്കും നിങ്ങളുടെ മക്കൾക്കും പ്രിയം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ നോക്കാൻ എവിടാ നേരം? അമ്മയുടെ കാര്യം നോക്കാൻ തന്നെ നേരമില്ല. ഇനി അന്നേരം ഇനി പിള്ളേരുടെ ആഗ്രഹം ഇഷ്ടം നോക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് കഴിച്ച് ഏതെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ, അതായത് കിട്ടാതെ ഇരുന്ന് അങ്ങനെ ആഗ്രഹിച്ച് അവസാനം ഒരുപാട് ആഗ്രഹിച്ചിട്ട് കഴിച്ച ഭക്ഷണം ഏതാണോ ആ ഭക്ഷണമായിരിക്കും നിങ്ങളുടെ മക്കൾക്കും പ്രിയമായിട്ടുള്ളത്. സംശയമില്ല. കാരണം എന്താ? അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ ഇതൊക്കെ വലിച്ചെടുക്കും. 5-ാം മാസം മുതൽ 5 വയസ്സ് വരെ വേണം ഭംഗിയായിട്ട് കൊടുക്കാൻ. എന്തോ കൊടുക്കാൻ? എന്തോ കൊടുക്കാൻ? കൊടുക്കാനാണെന്ന് ചോദിച്ചപ്പോ പാലോ? ഉടാതെത്തിപ്പോയെ. പാല് കൊടുത്താൽ മാത്രം പോരാ. 5-ാം മാസം. ഏത് 5-ാം മാസം? അകത്ത് കിടക്കുന്ന 5-ാം മാസം. എന്താ കാരണം? അകത്ത് കിടക്കുന്ന 5-ാം മാസം ബോധം ഉദിക്കുക. ആ 5-ാം മാസം മുതല് അമ്മ അറിയണതും അമ്മ കാണണതും അമ്മ കേൾക്കണതും അമ്മ വായിക്കണതും അമ്മ പറയണതും അമ്മ കഴിക്കണതിന്റെ എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഘടകത്തിന് കാരണക്കാരി അമ്മയാണ്. നേരെ ചൊവ്വയായാലും തിരിഞ്ഞും മറിഞ്ഞും പോയാലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം അമ്മയാണ്. എന്താ കാരണം? ആ സമയത്ത് അമ്മ സ്വാംശീകരിച്ചതാണ് അവന്റെ സംസ്കാരത്തിന്
അവന്റെ സ്വഭാവത്തിന് കാരണമായിട്ട് മാറുക. ഞാൻ പറയാറുണ്ട്, ഒരു 65% ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിന് ഉത്തരവാദി അമ്മയാണ്. ബാക്കിയുള്ളൂ അച്ഛൻ. പുറത്ത് വന്നിട്ടാണ് അച്ഛനെ അറിയണത്, അല്ലേ? ആണല്ലേ? പക്ഷെ അമ്മയെ അറിയണ എവിടെ വെച്ചാണ്? അകത്ത് വെച്ചാണ്. പിന്നെ ഭർത്താക്കന്മാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി വേണേ പറയാം, മനുഷ്യനെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഗുണമാണ് കാണിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരെണ്ണോ ഇങ്ങനെ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ചിലയിടത്ത് അങ്ങനല്ല. തലതിരുന്ന ചേട്ടൻ പറയും, അല്ലേലും നിന്റെ കുടുംബക്കാരുടെ ഗുണമാണ് ഈ കാണിക്കുന്നത്, നേരെ ആയാലോ എന്നെ പോലെ ആവണമെന്ന് ചേട്ടന്മാരും പറയും. സംസ്കാരത്തിന്റെ സ്വഭാവത്തിന്റെ രൂപീകരണം അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അമ്മ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഒരു ഗർഭം ധരിച്ചാൽ അമ്മ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ആ സ്ത്രീ ശ്രദ്ധയോടുകൂടി ജീവിച്ചെങ്കിലേ അടുത്ത തലമുറ ശ്രേഷ്ഠമാവുള്ളൂ. ഒരമ്മയ്ക്ക് കുഞ്ഞിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും തിരിച്ചുവിടാം. അവനെ അധപ്പതിപ്പിച്ചും വിടാം, ഉയർത്തി വിടാം. രണ്ടും നടക്കും ഒരമ്മയെ കണ്ട്. മനസ്സിലാവണുണ്ടോ? അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത്യധികമായ പ്രാധാന്യം നമ്മുടെ സംസ്കാരം കൊടുക്കുന്നത്. കാരണം ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു സ്ത്രീയിലാണ്, ഒരമ്മയിലാണ്. ഇപ്പൊ കാല് മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ, എടുത്തിട്ട് ചവിട്ടുന്നുണ്ടെങ്കിൽ, വെള്ളം തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്റേതാണെങ്കിൽ പോലും, എന്റേതും അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് ഉത്തരവാദി ഞാനും എൻ്റെ ഭാര്യയും, വേറെ ആരുമില്ല. കാരണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്താ കൊടുക്കേണ്ടത്? നല്ല സംസ്കാരം, നല്ല വിദ്യാഭ്യാസം. ഇത് രണ്ടും നമ്മൾ നല്ല വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് എന്താ? ഏറ്റവും പേര് കേട്ട സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നിടത്ത് നല്ല വിദ്യാഭ്യാസം, വിഡ്ഢിത്തമാണ്. ഏറ്റവും കൂടുതൽ ഫീസ് കൊടുക്കേണ്ട സ്കൂളാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്ന ധാരണ അവിടെ. അങ്ങനെയാണോ? അവിടാണ് ഏറ്റവും നല്ല. ഇംഗ്ലീഷ് സംസാരിച്ചാൽ നല്ല വിദ്യാഭ്യാസമായി. നല്ല അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്നാ ചോദിക്കും, ഇയാൾക്കറിയാം? എനിക്കറിയത്തില്ല. ഒരു വിദ്യാഭ്യാസം കൊണ്ട് എന്താ ഉണ്ടാവേണ്ടത്? വക്കത്തിരിവ് ഉണ്ടാവണം. വക്കത്തിരിവ്. പുസ്തകത്തിലെ ജ്ഞാനമല്ല വിദ്യാഭ്യാസം. ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നതൊരു വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അതിൽ പ്രധാനമാണ് മാതാപിതാക്കന്മാരോട് എങ്ങനെ പെരുമാറണം, ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിക്കലാണ് പരമപ്രധാനം. എത്ര ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായാലും വാ തുറന്നാ വേണ്ടാത്തതേ വരുള്ളെങ്കിൽ അവര് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്താ പറയും? എന്തോ ഉണ്ടായിട്ട് എന്താ കാര്യം? വായിന്ന് വരുന്നത് അത്രയ്ക്കുള്ളതേ ഉള്ളൂ എന്ന് പറയും. അപ്പോ സംസ്കാരത്തെ വളർത്തിയെടുക്കുക എന്നതാവണം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു പൗരനായിട്ട് വളർത്തിയെടുക്കുക. അതിന് പരമപ്രധാനമായി അടിസ്ഥാന ഘടകമായി നിൽക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. ബാക്കിയെ ഗുരുക്കന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു മിക്കവാറും ഉള്ളവരൊക്കെ ശമ്പളം മേടിക്കാന്നൊരു ലക്ഷ്യമാണ് നല്ലൊരു ശതമാനം ആൾക്കാർക്ക്. കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുട്ടികളോട് കൂറ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അവരോട് കൂറ് കാണിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അധ്യാപകൻ കുടുങ്ങും. അതുകൊണ്ട് ഇപ്പൊ അവരും വിചാരിച്ചു തുടങ്ങി, ഞാനെന്തിനാ വെറുതെ വയ്യാവരി വെക്കണത്? അവന്റെ അപ്പനും അമ്മയ്ക്കും വേണ്ട, പിന്നെ ഞാനെന്തിനാ വെറുതെ കുരുക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ അവർ തുടങ്ങി. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിനൊക്കെ കാരണക്കാരൻ നമ്മൾ മാതാപിതാക്കന്മാരാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ
എന്തെങ്കിലും ഒരു കാരണത്തിന് ഒരു തല്ല് കൊടുത്താൽ ഉടനെ നമ്മൾ ആദ്യം ചെയ്യണത് അധ്യാപകനെ തല്ലാനാ, അച്ഛനും അമ്മയും കൂടെ ചെല്ലണത്. താനാരാടോ എൻ്റെ കൊച്ചിനെ തല്ല ഇല്ലേ? ഉടനെ അങ്ങേർക്കെതിരെ കംപ്ലൈന്റ് ആയി, അങ്ങേരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, പറ്റുമെങ്കിൽ അങ്ങേരെ അകത്തിടാൻ നോക്കും. ഇനി ഇവൻ ആരെയും തല്ലരുതെന്ന്. എന്നാൽ എൻ്റെ മകനല്ലേ, എൻ്റെ മകൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് അന്വേഷിക്കണില്ല. നമ്മൾ മക്കൾ പറയണത് വന്ന് കേട്ട് വിശ്വസിച്ച് നമ്മൾ ഗുരുക്കന്മാരിലേക്ക് തിരികെ ചെയ്യുക ഇല്ലേ? ശരിയാണോ ഞാൻ പറയണേ? ഇപ്പൊ എവിടെയാ കുഴപ്പം പറ്റിയത്? കൊടുക്കേണ്ടത് നമ്മൾ വൃത്തിയായിട്ട് കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. കുറെ ബൂസ്റ്റും ഹോർലിസ്കും പിന്നെ വിറ്റാമിന് എല്ല് വളരുന്ന സാധനം ഒന്നും കലക്കി കൊടുത്തോണ്ടായില്ല. എല്ല് വളർന്നില്ലേലും വേണ്ട, നല്ല സംസ്കാരത്തിൽ വളർന്നു വരണം. എല്ലിച്ചിരി ചുരുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, എല്ല് ഒരുപാട് വളർന്നാലും കുഴപ്പമാണ് അല്ലേ? ആണോ അല്ലേ? ചിന്തിച്ചു നോക്കൂ. നാളെ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പം തന്റെ മുഖം കണ്ടോടോ കാണിച്ചു വെച്ചിരിക്കണതെന്ന് ചോദിച്ചാൽ നാട്ടുകാർ അതിന് ആദ്യം പറയുന്ന പേരെന്താന്ന് പറയും? എന്തിന്റെ കുഴപ്പമെന്ന് പറയും, അല്ലെ എന്തിന്റെ ദോഷമെന്ന് പറയും? എന്തോ ദോഷമെന്ന് അറിയാ? വളർത്തു ദോഷം. ആരാ വളർത്തിയ? നാട്ടുകാരാണോ? അന്നോ? അല്ല, നമ്മൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആരെയാ വിളിച്ചേ? മനസ്സിലായില്ലേ? നാട്ടുകാർ വിളിച്ചത് ആരെയാ? അവന്റെ മനസ്സിലായില്ലേ? ഇളവൻ പറയാറുണ്ട്, വരും തലമുറ തല ഉയർത്തി നടക്കണതും തല താഴ്ത്തി നടക്കണതും നമ്മുടെ കയ്യിലിരിക്കൂലിരിക്കും. നമ്മൾ കുഴിയിലിറങ്ങിയാലും നമുക്ക് തുമ്മാനുള്ള വിധി ഉണ്ടാക്കി നമ്മൾ ഇട്ടേച്ച് പോയാൽ നമ്മൾ കിടന്ന് തുമ്മും. എന്താ കാരണം? നമ്മളെ മക്കളെ കാണുമ്പോൾ നാട്ടുകാർ മുഴുവൻ നീ മോനല്ലയോടാ നീ ചോദിക്കും അല്ലേ? നമ്മളുണ്ടാക്കി വെച്ചതല്ലേ? അവന് സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അവന് ശപിക്കും. പണ്ടാരെ ആ തന്തയുടെയും തള്ളയുടെയും മോനായിട്ട് ജനിച്ചതാ എന്റെ കഷ്ടകാലം എന്ന് പറയും. എന്താണ്? നാട്ടുകാർ മുഴുവൻ എന്നെ പുച്ഛിക്ക, നീ അവന്റെ മോനല്ലേ അവിടെ മോനല്ലേ എന്ന് ചോദിച്ചു. അവന് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ പ്രവൃത്തി. വരും തലമുറയ്ക്കൊരിക്കലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് തല കുനിച്ച് നടക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഇന്നത്തെ പിള്ളേർ മുഴുവൻ പിന്നെ തല കുനിച്ചാ നടക്കുന്നേ. പണ്ടത്തെ തലമുറയൊക്കെ തല ഉയർത്തി നടന്നു. ഇന്നത്തെ പിള്ളേർ മുഴുവൻ തല കുനിച്ചാ നടക്കുന്നത്. എന്താ കാരണം? കഴിഞ്ഞ മാസം ഒരു സപ്താഹത്തിന് ഇതുപോലെ പോവാ. ഒരു വളവ് തിരിയേണ്ട സ്ഥലമാണ്. അപ്പൊ എനിക്കിങ്ങനെ ഇടത്ത് ചേർത്തെടുക്കാനേ പറ്റുള്ളൂ. 4 ഹോൺ അടിച്ചിട്ടും 2 പെൺപിള്ളേർ കേൾക്കണില്ല. ഇങ്ങനെ പോവാ, രണ്ടും കൂടെ ഒരെണ്ണത്തിനാ തന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്ന്. എൻ്റെ ഒരു ചവിട്ടി കൊടുത്തിട്ട് ഒറ്റ ഹോൺ അടിക്കും. ചെട്ടി ചെവിടെ നോക്കിയപ്പോ ഈന്ന് ചിരിച്ചങ്ങ് പോയി. പിന്നെ ചെവിക്കാത്തിൽ അതുകൂടെ ഉണ്ടെങ്കിൽ ആരെന്തോ പറഞ്ഞാലും സ്വാഹ. അങ്ങനെ ആയപ്പോ ട്രെയിൻ വന്ന് വള്ളക്കൂടെ കയറി പോയാലും അവരറിയത്തില്ല. വഴി കൂടെ നടക്കുമ്പോഴെങ്കിലും മര്യാദക്ക് നേരെ നോക്കി കിടക്കാം. അതില്ല, അന്നൊരു ഈ തോണ്ടല. ആര് പഠിപ്പിച്ചതാ? നമ്മള് പഠിപ്പിച്ചതാ. പിള്ളേരെല്ലാം പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് നേടിയെടുക്കുന്ന സംസ്കാരം, ആ സംസ്കാരമാണ് അവന്റെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിന്റെ അടിത്തട്ടായി മാറുന്നത്. അമ്മയിൽ കിടന്നുകൊണ്ട് നേടിയെടുക്കുന്ന സംസ്കാരം അല്ലെ? അമ്മ പകർന്നു നൽകുന്ന വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഉള്ളിൽ കിടക്കുമ്പോൾ ബാക്കി പോയിട്ട് അച്ഛനെ കണ്ടു പഠിക്കും. അച്ഛൻ 1 നിന്നേഹ 2 കണ്ടളവിലായാൽ മകൻ ഏകദേശമായി വരുമ്പോ 3 നിന്നേഹ 6 കണ്ടെന്ന അളവിൽ എന്നും പറഞ്ഞു വരും. അതാണ് അച്ഛനെ കണ്ടുപിടി. ബാക്കി ഗുരുവിൽ നിന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തില് പൂർണ്ണത കൈവരണത് അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, ഗുരുവിൽ നിന്ന് അല്ല, മാതാപിതാക്കളിൽ നിന്ന്, ഗുരുവിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സ്വയം അനുഭവത്തിൽ നിന്ന്. ഇങ്ങനെ 4 വിധത്തിലാണ് നേടിയെടുക്കുക. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദൻ
ആ സംസ്കാരം തന്റെ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നേടിയെടുത്തതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യജന്മം കിട്ടിയത് വെറുതെ കളയല്ലേ. കുട്ടിക്കാലത്ത് കളിച്ചു പോവും, യുവായിരിക്കുമ്പോൾ അഹങ്കാരം മത്തരായിട്ട് പായും, വാർദ്ധക്യത്തിലോ ഒന്നും ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയാവും, ഇല്ലേ? മുമ്പേ നമ്മൾ പറഞ്ഞു, റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നായുടെ ജന്മം, അത് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ജന്മമാ? മൂങ്ങായുടെ ജന്മമാന്നാ, അല്ലെ മൂങ്ങായുടെ ആയുസാന്ന. എന്താ കാരണം? എന്തോ ചോദിച്ചാലും ഈ ഒരു മൂളിച്ച മാത്രമേ ഉള്ളൂ. കാരണം എന്താ? നാവ് പൊങ്ങൂല, വാ തുറക്കൂല, എന്തോ ചോദിച്ചാലും മൂങ്ങാ മൂളുന്ന പോലെ പറഞ്ഞിരിക്കും. അന്നേരം വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. ശരിയല്ലേ ഞാൻ പറയണത്? ആണോ? ഇച്ചോടൊക്കെ കഴിയുമ്പോ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? പല്ലും പോയി, കാലും പൊങ്ങത്തില്ല, കയ്യും പൊങ്ങൂല, നാവും എടുക്കൂല, ഒന്നും വയ്യാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? ഒന്നുമില്ല, അവിടെ കിടന്ന മൂള. പണ്ട് ഒരു കഥ പറയാറുണ്ട്. ഈ മകൻ ജോലിക്ക് പോകുമ്പോ മകന്റെ ഭാര്യയാണ് അമ്മയെ നോക്കണത്. അപ്പൊ ദിവസത്തെ അമ്മ ശോഷിച്ചു വരും. അപ്പൊ മകനൊരു സംശയം, ഈ ഭാര്യ ഒന്നും തന്റെ അമ്മയ്ക്ക് കൊടുക്കണില്ലേ എന്നൊരു സംശയം. ഒരു ദിവസം ചൊല്ലി, നീ എന്റെ അമ്മയ്ക്കൊന്നും കൊടുക്കണില്ലേ, വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് നീ ഒന്നും കൊടുക്കണില്ലേ, അമ്മ ദിവസത്തിന് ഒന്ന് ചോദിച്ചു വരികയാണല്ലോ എന്ന്. മകനാണെ അമ്മയ്ക്ക് കൊടുക്കാൻ പാല്, ബിസ്ക്കറ്റ്, അത് ഇതെല്ലാം മേടിച്ചോണ്ട് കൊടുക്കും. പക്ഷെ മുഴുവൻ തിന്നണതാരാ? ആ ഭാര്യ, അവരുടെ മരുമോളാ. അപ്പൊ ഇവൻ അതൊരു സംശയം. അപ്പൊ പറഞ്ഞു, ചേട്ടാ ഇല്ലാത്തത് പറയരുത് നിങ്ങൾ കേട്ടോ, ഞാൻ കൊടുക്കാഞ്ഞിട്ടാണോ? അമ്മയോട് എന്തോ ചെന്ന് ചോദിച്ചാല് അമ്മ വേണ്ട എന്ന് പറയുന്നല്ലാതെ ഒന്നും പറയത്തില്ല, ഒരു വാക്കേ അമ്മ കഴിക്കത്തില്ല. ഞാൻ കൊടുക്കാഞ്ഞിട്ടല്ല, സംശയം ഉണ്ടത് ഞാൻ ഇപ്പൊ കാണിച്ചതാണ്. അപ്പൊ അവര് വാതോർന്ന് സംസാരിക്കൂല. ഈ മൂങ്ങായുടെ അവസ്ഥയില. ചെന്ന് പതുക്കെ ചെവിച്ചു ചോദിച്ചു, ഊർദ്ധ വലിച്ച് കിടക്കാറായി. അപ്പോഴങ്ങനെ, അമ്മയ്ക്ക് കണ്ണെഴുതി തരട്ടെ. അപ്പൊ പറയാം, ചെയ്യട്ടെ തല. പറയാം, കാലയില് കയ്യില് കൂട്ടക്സിഡട്ടെ. കണ്ടോ, എന്തോ ചോദിച്ചാലും അമ്മ എന്ന് പറയുന്നല്ലാതെ ഒരു വകയല്ല, ഞാൻ കൊടുക്കാനിട്ടല്ല എന്ന് പറയുന്ന അവസ്ഥയാവും നമ്മളൊക്കെ. ഈ പറയുന്ന മക്കളും മരുമക്കളും ഒക്കെ കുറെ കഴിയുമ്പോ ഈ മൂങ്ങായുടെ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോ പിന്നെ അവര് മനസ്സിലാവണുണ്ടോ പറയണേ? അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയിട്ട് വെറുതെ തിന്നാനും കുടിക്കാനും സൃഷ്ടിക്കാനും മാത്രമായിട്ട് കളയരുത്. കിട്ടണ സമയം കുറെയൊക്കെ എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാവുക. ഇത് മൂന്നും മൃഗങ്ങൾക്കുമുണ്ട്. ഏതൊക്കെ? ഊണും ഉറക്കവും സൃഷ്ടി. അത് മൂന്നും ഉള്ളെങ്കിൽ മൃഗങ്ങളും നമ്മളുമായിട്ട് എന്താ വ്യത്യാസം? നമുക്ക് കുറച്ചുകൂടെ ഇല്ലേ മനനം ചെയ്യാനൊക്കെ കഴിവുണ്ടെന്നൊക്കെയാ പറയണേ. അതുകൊണ്ടാണല്ലോ മനുഷ്യനെന്ന് വിളിക്കണേ. മനനം ചെയ്യാൻ കേട്ട കാര്യങ്ങളെ ഒന്ന് മനനം ചെയ്ത് അതിനെ സത്യാസത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യൻ നിന്ന് പേരിടുന്ന മനനം ചെയ്യാൻ കഴിവുള്ളവനാ. പക്ഷെ നമ്മളൊന്നും മനനം ചെയ്യാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് കുഴപ്പം. എന്തായാലും അതുകൊണ്ടായി കിട്ടിയ ജന്മം, മനുഷ്യജന്മം വെറുതെ പാഴാക്കി കളയരുത്. ഈശ്വരനാമം ബോധമുള്ള സമയത്ത് ഈശ്വരനെ സ്മരിക്കണം. കുറെ കഴിയുമ്പോൾ ജപിക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ബോധമുള്ളപ്പോ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. ഈശ്വരനെ മറന്ന് ജീവിക്കരുത്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ആയി കഴിയുമ്പോ എനിക്കിനി ആരും വേണ്ട, എനിക്ക് അമ്പലവും വേണ്ട, മുക്കടലെ ദേവിയും വേണ്ട, ആരും വേണ്ട, ഞാനായി എന്റെ പാടായി എന്നും പറഞ്ഞൊന്നും തിരിഞ്ഞു നിൽക്കരുത്. നിന്നാ അതൊരു തിരിവായിരിക്കും. മനസ്സിലായില്ലേ? കാരണം ഇതിനെല്ലാം വഴി കാട്ടിത്തരുന്നവൾ ആരാ? ആ ഭഗവതി അല്ലെ ഭഗവാനാന്ന് ചിന്തിക്കണം. മനസ്സിലാവണുണ്ടോ പറയണേ? എന്തായാലും
അങ്ങനെയൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷമായി. അവസാനത്തെ ഒരു ഇതെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഹിരണ്യകശിപു വിളിച്ചു കൊണ്ടുവന്നപ്പം നിർത്തിയിട്ട് പറയും. എന്തായാലും ഇത്രയും പേരല്ലേ ഉള്ളൂ, വേറെ അറിയില്ലല്ലോ. അല്ല അന്നേരം ഉണ്ട് പറഞ്ഞ നാരായണ ഞങ്ങളൊരു കോഡ് ഭാഷ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ നാരായണനെ നിരന്തരം സ്മരിക്കുക. നാരായണൻ അല്ലാതെ വേറെ ആരും രക്ഷിക്കാനെന്നുള്ള ബോധം ഉണ്ടാകുക, ഇതൊക്കെ ആവശ്യം. എന്തായി അങ്ങനെ പ്രഹ്ലാദനെ അവസാന പരീക്ഷണം അതിലേക്ക് വിളിച്ചുകൊണ്ടെന്ന് ചോദിച്ചു, ഇനിയെങ്കിലും നിനക്ക് മാറ്റം വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന് അറിയാൻ. അപ്പൊ പറഞ്ഞു, പിതാവേ ഇനി ഇങ്ങനൊന്നും ആവരുത്. ഈ വിദ്വേഷ ഭാവങ്ങളൊക്കെ കളഞ്ഞിട്ട് ഈശ്വരനെ സ്മരിച്ച് ജീവിക്കാൻ പഠിക്കുക, അതാ നല്ലത്. ഈശ്വരൻ അല്ലാതെ വേറെ ആരും രക്ഷിക്കാനില്ല. എന്ത് പറഞ്ഞു, ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ ആസുരീ ഭാവമൊക്കെ കളഞ്ഞ് നാരായണനെ സ്മരിച്ച് ജീവിക്കാൻ. അയ്യോ, അടി മുതല് മുടി അറിയാങ്ങ് വിറച്ചു ഹിരണ്യകശിപുവിന്റെ. ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എന്താടാ നീ പറയണേ കശ്മല, നീ ആരോടാ ഇത് പറയുന്നത്? നീ ആരെ കുറിച്ച് അറിയാൻ നിനക്കറിയാമോ? എവിടെടാ നിന്റെ നാരായണൻ? ഉണ്ടേടാ ഈ തൂണിലെന്നൊരു ചോദ്യം. നമ്മളാണ് എന്തോ ഇതിന് ചാട്ടവും രണ്ടും മറിച്ചൂടെ കാണുമ്പോ നമ്മളോട് ചോദിക്കാം, ഉണ്ടോടാ നിന്റെ ഭഗവതി ഈ തൂണിലെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ പറയും? അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചാ അല്ലേ, നമ്മള് 4 ചൊറിച്ചരി ചോദി. എന്താണ്, നമ്മക്കൊരു ഉറപ്പില്ല, ഭഗവതി ഉണ്ടെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അന്നേരം നീ തൂണിലുണ്ടോന്ന് ചോദിച്ചാല് എന്തായി, പ്രഹ്ലാദന് ഒരു സംശയമില്ല, പറഞ്ഞു ഉണ്ടാ ഈ തൂണില്. എങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ് തന്റെ വാളെടുത്ത് ഒറ്റ വെട്ടിന്നും കുത്തിന്നും ഒക്കെ പറയും. എന്തായാലും കുത്തുകൊണ്ടാലും വെട്ടുകൊണ്ടാലും തൂണ് 2ആയിട്ട് പിളർന്ന് ഭയങ്കരമായ ഒരു അലർച്ചയോടുകൂടി വല്ലാത്തൊരു ഭീകര രൂപം പുറത്തേക്ക് ഇറങ്ങുന്ന. എന്നിട്ട് ഞാൻ പറഞ്ഞു, കണ്ട ഏകദേശം എന്നെ പോലൊക്കെ ഇരിക്കും, ഇച്ചിരി കൂടെയൊക്കെ സടയൊക്കെ കൊണ്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ചാടി ഇങ്ങോട്ട് വന്നു, ഒരു അലർച്ചയില്ല. ഹിരണ്യകശിപു രൂപം കണ്ടത് ഞെട്ടിപ്പോയി. എന്താണ്, ഇതുവരെ ഇങ്ങനെ സാധനത്തിനെ കണ്ടിട്ടില്ല. സ്തംഭിച്ചു പോയി ഹിരണ്യകശിപു. എന്നിട്ടോ ശ്വാസം വിടുന്നത് പോലും പ്രപഞ്ചം നടുക്കുമാറ ശബ്ദത്തില്ല, അഹങ്കാര ശബ്ദത്തോടുള്ള ശ്വാസോച്ഛ്വാസം എല്ലാം കൂടെ കണ്ട് ഭയപ്പെട്ടു ഹിരണ്യകശിപു. ദേവന്മാരൊക്കെ കൂടെ വന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട് പ്രഹ്ലാദൻ യാതൊരുവിധ ചാഞ്ചല്യവുമില്ലാതെ അവിടെ നിന്നുകൊണ്ട് നാരായണ 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 എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോഴാ ബോധം വേണത് ഹിരണ്യകശിപുന്. ചെന്നു ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തു. ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു, യുദ്ധം ചെയ്തു. സന്ധ്യ ആവുന്നവരെ 2 പേരും കൂടെ, ഭക്തനും ഭഗവാനും കൂടെ ചെറിയൊരു മൽപ്പിടുത്തം. സന്ധ്യ ആയപ്പോൾ അങ്ങോട്ട് ചെന്ന് ഒരു തുമ്പി എന്താ പറയുക, ഒരു കുഞ്ഞ് കല്ലെടുക്കണത് പോലെ പൊക്കി എടുത്തുകൊണ്ട് ചെന്നിട്ട് കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഇരുന്ന് തന്റെ മടിയിലേക്ക് മലർത്തി അങ്ങോട്ട് കിടത്തിട്ടോ ആ നഖങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് മാറങ്ങോട്ട് മോചിച്ച് കീറി എടുത്തിട്ട് പതുക്കെ ഭഗവാൻ പരതീന്ന പറയുന്നത്, എന്ത്, തന്നെ കാണാൻ ഇത്രമാത്രം ആഗ്രഹിച്ച തന്റെ ഭക്തന്റെ ഹൃദയം എവിടെയെന്ന്. ഭഗവാൻ ഒറ്റ സാധനേ വേണ്ടു. എന്തോന്നാ ഭക്തന്റെ ഹൃദയം. ഭഗവാനെ കാണാൻ കൊതിക്കുന്ന ഭക്തന്റെ ഹൃദയമാണ് ഭഗവാൻ ആദ്യം വേണ്ടത്. നമ്മളത് കൊടുക്കുവോ? പോട്ട ഭർത്താവിന്റെ കരട് വിധിച്ചു കൊടുക്കുക നമ്മൾ കൊടുക്കുക. എന്നിട്ട് അങ്ങേര് ജീവിക്കണ്ടെന്ന് പറയാം. പഴയ വയ്യ, നീ നിന്റെ കൂടെ മുറിച്ച് കൊടുത്തേച്ച് വേണം നമ്മളുടെ പെടാപ്പാട് പറയാം. അങ്ങേര് പോട്ടെന്നോ. ഇവിടെ ഭഗവാന് വേണ്ടത് ഭക്തന്റെ ശുദ്ധ ഹൃദയം. വിദ്വേഷത്തിലാണെങ്കിൽ പോലും നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരുന്നത് തന്നെ